അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട ഇ ശ്രീധരന്റെ പുതിയ പദ്ധതി നിർദ്ദേശത്തെ എതിർക്കുമെന്ന് കേരയിൽ വിരുദ്ധ സമരസമിതി. സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ സിൽവർ ലൈനിൽ കണ്ടതുപോലുള്ള സമരം വീണ്ടും കാണേണ്ടി വരുമെന്ന് സമരസമിതി കൺവീനർ എസ് രാജീവൻ പറഞ്ഞു. കേരളത്തിലെ സാഹചര്യത്തിൽ നിലവിലുള്ള പാത ഇരട്ടിപ്പിച്ചാൽ മതിയെന്നും രാജീവൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഇപ്പം നിലവിൽ 100 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന് വന്ദേ ഭാരത് തെളിയിച്ചു കഴിഞ്ഞു, നിലവിലുള്ള പാത. അപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ ഓടുന്ന 3-4 പാത പണിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഒരു സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡ് ലോണിലേക്ക് പോകുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ഞങ്ങളുടെ നിലപാട് ഇത് വയബിളല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡ് ലോൺ ആണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടി വരും. എന്തായാലും ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ്. ശ്രീരാജ്, നമുക്കറിയാം കേരയിൽ കാലത്ത് കേരളം പ്രക്ഷുബ്ധമായൊരു സംസ്ഥാനമായി മാറിയ സമയമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അതിവേഗ റെയിലുമായി മുന്നോട്ട് പോയാൽ എതിർക്കും എന്ന് തന്നെയാണ് ഈ വിരുദ്ധ സമിതി ഇവിടെ പറയുന്നുള്ളത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ലിനിഷ, അത് തന്നെയാണ് വലിയ സമരം കേരളം കാണേണ്ടി വരും വീണ്ടും എന്ന് തന്നെയാണ് ഈ കേരള വിരുദ്ധ സമരസമിതി പറയുന്നത്. പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിന്, പാരിസ്ഥിതിക സാഹചര്യത്തിന് ഒട്ടും അനുയോജ്യമാകില്ല ഇത്തരത്തിലുള്ള പദ്ധതികളെന്ന് ഒന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. കേരളയിൽ പദ്ധതി ആവിഷ്കരിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ നീക്കങ്ങൾ നടന്ന ഘട്ടത്തിലെല്ലാം തന്നെ അവർ ഉന്നയിച്ചിരുന്ന ഉയർത്തിക്കാട്ടിയ അതേ മുദ്രാവാക്യങ്ങളും അതേ വാദങ്ങളും ഒക്കെ തന്നെയാണ് അവരിപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ കേരളത്തിൽ 100 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടാൻ കഴിയുമെന്ന കാര്യം ബോധ്യപ്പെട്ടു. ഇനിയും പാത ഇരട്ടിപ്പിക്കലൂടെ അടക്കമുള്ള മാർഗങ്ങളിലൂടെ കൂടുതൽ വേഗത്തിൽ റെയിൽ സഞ്ചാരം സാധ്യമാകുമെന്നത് കേരളത്തിന് ബോധ്യപ്പെട്ടു. അത്തരത്തിലുള്ള പദ്ധതികളാണ് വേണ്ടത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ പാത ഇരട്ടിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടുന്നില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേക്ക് 3-4 ട്രാക്ക് ഉൾപ്പെടെ പണിയാൻ സാധിക്കും. പക്ഷേ ആ ഒരു നീക്കത്തിലേക്കോ അതിന്റെ ഒരു തീരുമാനത്തിലേക്കോ ഒന്നും തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കടക്കുന്നില്ല. പക്ഷേ അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ളൊരു പുതിയ പദ്ധതിയുമായി വരിക മാത്രമാണ് ചെയ്യുന്നത്. അതും ഇത്തരത്തിൽ പാരിസ്ഥിതിക ആഘാത പഠനമൊന്നും നടത്താതെ ആണ് അവർ ആ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ തങ്ങളുമായി ചർച്ചയ്ക്ക് സാധ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായും അവർ ചർച്ച മുഖ്യമന്ത്രിയുമായി നടത്തുമെന്നടക്കം അവർ പറയുന്നുണ്ട്. വിശദമായ പഠനം ഈ കേരള വിരുദ്ധ സമിതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തി. അതിനുശേഷമാണ് കേരളയിലെയും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നതിനെയും തങ്ങൾ എതിർക്കുന്നതിനടക്കം ഇവർ പറയുന്നുണ്ട്. ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കൂടി ഇവർ പറയുന്നു. ലിനിഷ, ശരി, നന്ദി ശ്രീരാജ് വിവരങ്ങൾക്ക്.